ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇടയിലും മുണ്ടക്കൈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. മുണ്ടക്കൈ ഭാഗത്തേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം എത്തുവാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. മുണ്ടക്കൈയിൽ നിന്നും അർജുൻ PS തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NDRF സംഘം അടക്കമുള്ളവരുണ്ട്, സേന അംഗങ്ങളുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വീടുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നു. അത്തരത്തിൽ വലിയ മൺകൂനകൾ വീട്ടിലേക്ക് വീണിരിക്കുന്നു. ആ സാഹചര്യത്തിൽ വീടുകളുടെ മുകളിലെ ഭാഗങ്ങൾ പൊളിച്ചുകൊണ്ട് ചുറ്റിക വെച്ചടക്കം പൊളിച്ചുകൊണ്ടാണ് സൈന്യവും അത്തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തകരടക്കം ഇവിടെയുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള ബെയിലി പാലം അവിടെ നിർമ്മിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയിലി പാലം നിർമ്മിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ബെയിലി പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തുവാൻ കഴിയും, കൂടുതൽ മിഷനറീസ് ഇങ്ങോട്ട് എത്തുവാൻ കഴിയും. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സൈന്യം തുടരുന്നത്. അത്തരത്തിൽ ഉള്ള വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ തന്നെ മറ്റൊരു നടപ്പാലം രൂപീകരിക്കുന്നുണ്ടായിരുന്നു, ഒരു താൽക്കാലിക നടപ്പാലം രൂപീകരിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി ആളുകളാണ് ഇവിടേക്ക് റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കായി എത്തുന്നത്. പരിസര പ്രദേശങ്ങളിൽ നിന്നടക്കം അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകൾ റെസ്ക്യൂ ചെയ്യാൻ, ആളുകളെ പുറത്തെടുക്കുവാൻ ഇവിടെ എത്തുന്നു. ഒരു തരിയെങ്കിലും ജീവനുണ്ടെങ്കിൽ, അതായത് ഈ കുടുങ്ങിക്കിടക്കുന്ന പാറകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഈ മണ്ണിനുള്ളിൽ ഒരു തരി ജീവനെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക, എത്രയും പെട്ടെന്ന് താഴേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരെ ഏവരുടെയും ലക്ഷ്യം. ആ ഒരു സാഹചര്യത്തിന് വേണ്ടി മാത്രം കാത്തു നിൽക്കുകയാണ്. നിരവധി ആളുകളാണ് ഇവിടെയുള്ളത്, നമുക്ക് കാണുവാൻ സാധിക്കും. സൈനികരടക്കമുള്ളവർ ഇവിടെ സജ്ജരായി നിൽക്കുകയാണ്. അത്തരത്തിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ഏത് തരത്തിലുള്ള വെല്ലുവിളി നേരിടുവാനും ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും കഴിയുന്ന സൈനികരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. NDRFന്റെ പ്രവർത്തകരുണ്ട്, ഫയർഫോഴ്സ് സംഘങ്ങളുണ്ട്. മാത്രമല്ല ഈ പ്രദേശവാസികളടക്കം ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നമുക്ക് നേരെ കാണുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഡോഗ്സിനെയൊക്കെ ഇറക്കിക്കൊണ്ട്, അതായത് ആളുകളെ കണ്ടുപിടിക്കുവാൻ വേണ്ടി, അതായത് ഇവിടെ ജീവനുണ്ടോ അല്ലെങ്കിൽ ആളുകളുടെ മൃതദേഹമുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഡോഗ്സിനെ അടക്കം രംഗത്തിറക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മുകളിൽ നമ്മൾ കാണുന്നത് ഒരു വീടിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ആളുകളെയാണ്. അത്തരത്തിൽ ഒരു വീട് മുഴുവനായി മുങ്ങിപ്പോകുന്നു. വീടിന്റെ മേൽക്കൂര മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ മേൽക്കൂര പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ അകത്തു കടക്കുവാൻ വേണ്ടി ഈ സംഘം ശ്രമിക്കുന്നത്, രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു വീട് തകർന്ന നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല താഴോട്ട് വരികയാണെങ്കിൽ മുഴുവനായി ഒന്നുമില്ലാതെ വീട് എന്ന് പറയുന്നത് ഒന്നും കാണുവാൻ തന്നെ നമുക്ക് സാധിക്കുന്നില്ല. അവിടെയുള്ള ഒരു പ്രദേശം മുഴുവൻ നശിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം നാമാവശേഷമായിരിക്കുന്നു. വലിയ രീതിയിലുള്ള മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നു. അതായത് 2 ദിവസം മുമ്പെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം 2:30 ഇത്തരത്തിൽ പൊട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വീണ്ടും രണ്ടാമതും ഉരുൾപൊട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു. തുടർന്ന് മഴ വലിയ രീതിയിലുള്ള വില്ലനായി വരുന്നു, കോടമഞ്ഞ് വില്ലനായി വരുന്നു. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സൈന്യവും അതുപോലെ തന്നെ മറ്റ് NDRFന്റെ പ്രവർത്തകരും അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് കോപ്പുകൂട്ടുന്നു. ഇന്ന് വലിയ പ്രതീക്ഷയോടെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്. കാരണം ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയാകാൻ തുടങ്ങുന്നു. ഉച്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഈ പാലം പണി പൂർത്തിയാകുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. മാത്രമല്ല താത്കാലികമായിട്ടുള്ള ഒരു പാലം നിർമ്മിക്കുന്നു. അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ താൽക്കാലികമായ ഒരു പാലം നിർമ്മിച്ചിരുന്നുവെങ്കിലും അത് വലിയ മഴവെള്ളം വന്നപ്പോൾ അത് മൂടിപ്പോകുന്ന അവസ്ഥ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്നാണ് പിന്നീട് മറ്റൊരു നടപ്പാലം കൂടി നിർമ്മിക്കുന്നത്. ബെയിലി പാലം കൂടി നിർമ്മിക്കുന്നതോടെ മുണ്ടക്കയത്തിലേക്ക് നിരവധി വാഹനങ്ങളും അതുപോലെ തന്നെ മിഷനറീസും എത്തിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി പേരാണ് ഇവിടെ നിന്നും ഒലിച്ചു പോയിട്ടുള്ളത്. പലരുടെയും മൃതദേഹം കണ്ടെത്തിയത് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അത്തരത്തിൽ മലപ്പുറം ഭാഗത്തു നിന്ന് അടക്കം ചിലരുടെ മൃതദേഹങ്ങൾ, ചേതനയേറ്റ ശരീരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട് നമ്മോടൊപ്പം. അർജുൻ, മുണ്ടക്കൈ ഭാഗത്താണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഒരു നാടിനെ ഒന്നാകെ ഉരുൾപൊട്ടൽ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ആ നാടിനെ തുടച്ചു നീക്കിയിരിക്കുന്നു. എന്നിട്ടും അവശേഷിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈന്യം അവിടെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അർജുൻ, ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്?
തീർച്ചയായും രോഹിണി, അല്പസമയം മുമ്പാണ് നമ്മൾ മുണ്ടക്കയിലെ മുകൾ ഭാഗത്തു നിന്നും താഴെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ചൂരൽമലയുടെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മുണ്ടക്കയം ഭാഗത്തേക്ക് പോകുവാനുള്ള തരത്തിലേക്ക് പാലം എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യാം. അത്തരത്തിൽ റോഡ് നിർമ്മാണം അടക്കം ഇവിടെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പാലത്തിന്റെ തൊട്ടിപ്പുറത്തേക്ക് റോഡ് കൃത്യമായി നിർമ്മിക്കുന്നു. അതായത് ഈ ചളിയൊക്കെ മാറ്റിക്കൊണ്ട് റോഡ് കൃത്യമായി നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ കൂടുതൽ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ഇത് സഹായകമാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൂടുതൽ വാഹനങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഹെവി വാഹനങ്ങൾ അടക്കം ഈ പാലത്തിലൂടെ, ബെയിലി പാലത്തിലൂടെ വരുവാനുള്ള സാഹചര്യവും ഉണ്ടാകും. മാത്രമല്ല സൈന്യം നിർമ്മിച്ച മറ്റൊരു പാലമാണ് തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സൈന്യ താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലമാണ്. ആ നടപ്പാലത്തിലൂടെയാണ് ഇപ്പോൾ ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ കൊണ്ടുവരുന്നത്. ആ തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. തൊട്ടിപ്പുറത്താണ് നമ്മൾ അതിനു മുൻപ് സൈന്യം നിർമ്മിച്ച ഒരു പാലമുണ്ട്. അതായത് 2 ദിവസം മുമ്പ് സൈന്യം നിർമ്മിച്ച പാലമുണ്ട്. ആ പാലം ഒരുവിധം മുങ്ങിയ ഒരു അവസ്ഥയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു താൽക്കാലികമായ നടപ്പാലം നിർമ്മിക്കാൻ വേണ്ടി സൈന്യം തയ്യാറായത്. അത് എന്നിരുന്നാൽ തന്നെയും രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ വിഷയത്തിലേക്ക് നമുക്ക് വരാം. മുണ്ടക്കയിൽ നമ്മൾ എത്തിയപ്പോൾ കാണുവാൻ സാധിച്ചത് അവിടെ ഒന്നാകെ ഇത്തരത്തിൽ ചെളി നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. മൺകൂനകൾ നിറഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പാറകൾ വന്ന് പതിച്ചു കിടക്കുന്നു. വീടുകളിലേക്ക് പാറകൾ വന്ന് പതിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ആളുകളെ റെസ്ക്യൂ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായി നേരിടുന്ന ഒരു സാഹചര്യവും നമുക്കുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് സൈന്യമടക്കമുള്ള രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തുകയും പ്രതികൂല കാലാവസ്ഥയിലും രാവിലെ മുതൽ ഇവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വെയിൽ വ്യാപിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രതീക്ഷയുടെ ഒരു കണക്കുകൾ ഏവരുടെയും മുഖത്തുണ്ട്. എന്തിനാൽ തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമയം മുമ്പ് നമ്മൾ മുണ്ടക്കയിൽ നിന്ന് വരുമ്പോൾ തന്നെ നിരവധി 2-3 ബോഡികൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള വിഷമിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ അടക്കം നമുക്ക് ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന രീതിയിലും സൈന്യം വലിയ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം തുടരുന്നു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇവിടെ തുടങ്ങുന്നു. സൈന്യത്തിന് പിന്തുണയുമായി NDRF പ്രവർത്തകരുണ്ട്, ഫയർഫോഴ്സ് അംഗങ്ങളുണ്ട്, അത്തരത്തിലുള്ള നിരവധി റെസ്ക്യൂ ടീമുകളുമുണ്ട്. ഇത്തരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ പ്രദേശവാസികളെ തന്നെയാണ്. ആ പ്രദേശവാസികൾ അടക്കം ഇവിടെ എത്തുകയും റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പ്രദേശവാസികൾ ഇവിടേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾക്കാണ് കൂടുതലായി മുണ്ടക്കൈ പ്രദേശത്തെ സാഹചര്യങ്ങൾ കൃത്യമായി അറിയുക, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൂടുതലായി അറിയുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധാരണ ആളുകളെ, അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രാദേശിക ആളുകളെ അവിടേക്ക് കൂടുതലായി എത്തിക്കുക, എന്നിട്ട് അവിടെയുള്ള കൃത്യമായ സ്ഥലങ്ങൾ പഠിക്കുക എന്നുള്ളതടക്കമുള്ളത് സൈനികർ നോക്കുന്നുണ്ട്. ഇത്തരത്തിൽ അവരെ സൈനികരെ സഹായിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വെല്ലുവിളിയാകുക മഴ വരുന്ന സാഹചര്യത്തിലാണ്. ശക്തമായ മഴ മലയിൽ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പുഴ വലിയ രീതിയിൽ കുത്തിയൊലിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ കുത്തിയൊലിക്കുകയാണെങ്കിൽ ഈ നടപ്പാലത്തിന്റെ മുകളിൽ വരെ വെള്ളം എത്തുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല മഴ ശക്തമാവുകയാണെങ്കിൽ മുകളിലുള്ള മുണ്ടക്കൈ ഭാഗത്തുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അത് വലിയ ദുഷ്കരമായി തന്നെ ബാധിക്കും, അതിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നനഞ്ഞ മണ്ണാണ്. മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് വലിയ അപകടങ്ങൾക്കും കാരണമാകാം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് തൊട്ടുപുറത്തുള്ള, അതായത് ചൂരൽമലയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള മുണ്ടക്കയിലേക്ക് പോകുന്ന വഴിയുടെ അടുത്തുള്ള ഒരു അമ്പലം നിന്നിരുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇത് കാണിച്ചിരുന്നു. അതിന്റെ ഭീകരത കാണിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും കാണിക്കുന്നത്. ഒരു അമ്പലം നിന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ അമ്പലത്തിന്റെ ഒരു അവശിഷ്ടം പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. അതായത് ഈ അമ്പലത്തിന്റെ തറ മാത്രം നമുക്കിവിടെ കാണാം, മറ്റ് അവശിഷ്ടങ്ങളൊന്നും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല. പ്രദക്ഷിണയടക്കം അമ്പലത്തിന്റെ മേൽക്കൂരയടക്കം ഈ ഒരു മണ്ണൊലിപ്പിൽ ഒലിച്ചു പോയിരിക്കുന്നു. അത്രയും തീവ്രമായിട്ടുള്ള ഒരു മഴവെള്ളപ്പാച്ചിലാണ്
പ്രദേശമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതാണ് ഈ വീടുകളിലേക്കൊക്കെ എത്ര രീതിയിൽ ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല ഇവിടെ നമ്മൾ കാണുന്ന വലത് സൈഡിൽ നമ്മൾ കാണുന്നത് ചൂരൽമലയിൽ നിന്നും വെള്ളം ഒഴുകി പോകുന്നതാണ്. ആ പ്രദേശത്തേക്ക് നോക്കുക, ഈ ചൂരൽമല കഴിഞ്ഞും ഈ വെള്ളം എത്ര ദൂരം ഒഴുകിയിട്ടുണ്ട് എന്നുള്ളത്, അതിന്റെ പ്രത്യാഘാതം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ പ്രദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ചെളികളൊക്കെ അടിഞ്ഞു കിടക്കുന്നത് ആ പ്രദേശങ്ങളിലാണ്. നിരവധി സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ മൃതദേഹം ഒലിച്ചു പോയിട്ടുണ്ട്. ഇത്രയും ഒഴുക്ക് ഇപ്പോൾ തന്നെ ഈ രീതിയിൽ ഒഴുക്കുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഒഴുക്കായിരിക്കും ആ സമയത്ത് ഉണ്ടായിരുന്നിരിക്കുക, അല്ലെങ്കിൽ തീർച്ചയായും അർജുൻ, ഇതിന്റെ തീവ്രതയും വ്യാപ്തിയും കണക്കാക്കാവുന്നതിലും അപ്പുറമാണ്.